നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. LDF സ്ഥാനാർത്ഥി N അരുണിന്റെ തെരഞ്ഞെടുപ്പ് മണ്ഡലം കൺവെൻഷൻ നടത്തി. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം EP ജയരാജൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ മണ്ഡലം LDF സ്ഥാനാർത്ഥി N അരുണിന്റെ തെരഞ്ഞെടുപ്പ് മണ്ഡലം കൺവെൻഷൻ മൂവാറ്റുപുഴയിൽ നടത്തി. മേള ഓഡിറ്റോറിയത്തിൽ നടത്തിയ കൺവെൻഷൻ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷത്തിനിടെ LDF സർക്കാർ പൂർത്തിയാക്കിയ പദ്ധതികൾക്ക് പുറമെ തുടങ്ങിവെച്ചവ പൂർത്തീകരിക്കുന്നതിനും നടപ്പാക്കുന്നതിനും LDF സർക്കാർ വീണ്ടും തുടരണമെന്നും കേരളത്തെ ഇന്നത്തെ കേരളമാക്കി വളർത്തിയത് ഇടതുപക്ഷ സർക്കാരാണ്. ഇതിൽ കോൺഗ്രസിന് ഒരു പങ്കുമില്ല. വികസന പദ്ധതികളെ പൊളിക്കാൻ നടന്നവരാണ് കോൺഗ്രസ്. കിഫ്ബിയെ തകർക്കാൻ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്ത കോൺഗ്രസ് ഏത് വികസനത്തെയാണ് മുന്നിൽ കാണുന്നതെന്നും EP ജയരാജൻ പറഞ്ഞു. കേരളം വികസിക്കണം, കേരളം അഭിവൃദ്ധിപ്പെടണം. നമ്മളിങ്ങനെ എന്നും ദാരിദ്ര്യത്തിൽ കഴിഞ്ഞു കൂടിയാൽ പോരാ. ഈ ദാരിദ്ര്യം അവസാനിപ്പിക്കണം. തൊഴിലില്ലാത്ത പരിഹാരം ഉണ്ടാകും. നമ്മൾ എന്ത് നിർവഹിക്കണം? വീടില്ലാത്തവർക്ക് വീട് കാര്യം പരിഹരിക്കണം. ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വിദ്യാഭ്യാസപരമായിട്ട് നമുക്ക് നമ്മുടെ കുട്ടികളെ ഇവിടെ തന്നെ പഠിപ്പിക്കാൻ നമുക്ക് സൗകര്യം ഉണ്ടാകണം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പുരോഗതി നമുക്ക് കൈവരിക്കാൻ കഴിയണം. പക്ഷെ പണമില്ല. ഇതിന്റെ വഴികളെ കുറിച്ച് ആലോചിച്ചൊരു പദ്ധതി ആവിഷ്കരിച്ചു. അതാണ് നിങ്ങൾക്കൊക്കെ കേട്ട് പരിചയമുള്ള കേരള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ബോർഡ്, കിഫ്ബി. ആ കിഫ്ബി ഉണ്ടാക്കി അതിന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്, ചീഫ് സെക്രട്ടറിയാണ് അതിന്റെ പ്രധാനി, ഫൈനാൻസ് സെക്രട്ടറി ഇതിലുണ്ട്, ധനകാര്യ വകുപ്പിലെ പ്രധാനികളെല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു സാമ്പത്തിക സ്ഥാപനം. ആ സ്ഥാപനം ഉണ്ടാക്കിയത് ഗവൺമെന്റിന് കടം വാങ്ങാൻ പറ്റില്ല. കേരള ഗവൺമെന്റിന് പോയിട്ട് കടം വാങ്ങണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് അനുമതി വേണം. അതുകൊണ്ട് വികസന കാര്യങ്ങൾ മുരടിക്കുന്നതിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ അടിസ്ഥാന സൗകര്യം വിപുലീകരിക്കുന്നില്ലെങ്കിൽ കേരളത്തിൽ വികസനം ഉണ്ടാകില്ല. എന്താ UDF ചെയ്തത്? അതിനെതിരെ കേസ് കൊടുത്തില്ലേ? സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തില്ലേ? എന്തിനാ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തത്? ആ പണം ഇങ്ങനെ ആരെങ്കിലും വാങ്ങിക്കൊണ്ടുപോകുന്ന പണമാണോ? ഈ കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിന് വേണ്ടിയിട്ടല്ലേ കിഫ്ബി? അതിനുവേണ്ടിയല്ലേ പണം സമാഹരിക്കുന്നത്? ആ പണം സമാഹരിക്കാതിരിക്കാൻ കിഫ്ബിയെ തകർക്കാൻ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്ത പാർട്ടിയാ കോൺഗ്രസ്. നിങ്ങൾ ഏത് കേരളത്തിന്റെ വികസനത്തെയാണ് സഹായിക്കുന്നത്? CPIM ഏരിയ സെക്രട്ടറി അനീഷ് M. മാത്യു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്ഥാനാർത്ഥി N. അരുൺ, മുൻ MLA-മാരായ ഗോപി കോട്ടമുറിക്കൽ, ജോണി നെല്ലൂർ, ബാബു പോൾ, PC ജോസഫ്, എൽദോ ഇബ്രഹാം, LDF നേതാക്കളായ EK ശിവൻ, PM ഇസ്മായിൽ, KN സുഗതൻ, ജോളി പൊട്ടയ്ക്കൽ, സജി ജോർജ്, അഡ്വക്കേറ്റ് ഷൈൻ ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി സമുദായങ്ങളുടെ മുമ്പിലേക്ക് ചെല്ലാൻ ഭയാശങ്കകളോ സങ്കോചമോ യാതൊന്നും തന്നെയില്ല. അതിന് കാരണം കഴിഞ്ഞ 10 വർഷക്കാലം ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തിന് കരുതലേകിയ ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഓട്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മറ്റു രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് തന്നെ ഞാൻ കടക്കുന്നില്ല. നമുക്കറിയാം, 10 വർഷക്കാലം കേരളത്തിന്റെ മണ്ണിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടത് ഗവൺമെന്റ് നടത്തിയ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ, ആ വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമാകാത്ത, ആ വികസനക്ഷേമം ഒന്നും തൊട്ടുപോകാത്ത ഒരു മലയാളി പോലും, ഒരു മനുഷ്യൻ പോലും കേരളത്തിലുണ്ടാകില്ല എന്നുള്ളതാണ് വസ്തുത. ആ മനുഷ്യർക്ക്, ആ മലയാളിക്ക് ഒരു കാലത്തും ഈ ഗവൺമെന്റിനെ മറന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ പ്രക്രിയയുടെ ഭാഗമാകാൻ സാധിക്കുകയുള്ളൂ. സംഘാടക സമിതി ഭാരവാഹികളായി ഗോപി കോട്ടമുറിക്കൽ, PR മുരളീധരൻ, ജോണി നെല്ലൂർ, PC ജോസഫ്, KA നവാസ്, PM ഇസ്മായിൽ, S. മോഹൻദാസ്, ജെയിംസ് മാത്യു, അനീഷ മാത്യു, ബാബു പോൾ, എൽദോ ഇബ്രഹാം എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് കഴിഞ്ഞ 34 വർഷമായി പ്രവർത്തിച്ചു വരുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവലറിയുടെ മറ്റൊരു സ്ഥാപനം തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം ഇവരെയും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. 925 ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ്സിന്റെ അതിവിപുലമായ ശേഖരമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ആഭരണങ്ങൾ കൂടാതെ പ്രസന്റേഷൻ നൽകാവുന്ന വെള്ളിയുടെ പാത്രങ്ങൾ മുതൽ എല്ലാ ഐറ്റംസും തോട്ടത്തിൽ സിൽവർ കളക്ഷൻസിൽ ലഭ്യമാണ്. എമറാൾഡ്, റൂബി, സഫൈർ തുടങ്ങി എല്ലാ ബെർത്ത് സ്റ്റോണുകളും ഇവിടെ ലഭ്യമാണ്. ഇൻവെസ്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കായി 5 ഗ്രാം മുതൽ 1 കിലോ വരെയുള്ള 99.9 സിൽവർ ബാറുകളും ഇവിടെ ലഭ്യമാണ്.
തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ.